നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓരോ വീട്ടിലും ബറക്കത്ത് ഉണ്ടാവാൻ, സന്തോഷം ഉണ്ടാവാൻ, ആ വീട്ടിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിക്കാൻ നമ്മൾ ആ വീട് ഖുർആൻ ഓതുന്ന വീടായിരിക്കണം. അതിനാദ്യം എന്ത് വേണം? രക്ഷിതാക്കൾ ഖുർആൻ ഓതി കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് വീട്ടിൽ മക്കൾ അത് ശീലാക്കി എടുക്കുക. ഇന്നത്തെ എന്റെ വിഷയം അതൊന്നുമല്ല. ബറക്കത്തുള്ള ഒരു വീടാക്കി അല്ലാഹു നമ്മളെ വീടുകളൊക്കെ മാറ്റിത്തരട്ടെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്വാലിഹത്തായ പെണ്ണ്. മുത്തുനബി ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സ്വാലിഹത്തായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിൽ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. എന്നാൽ സ്വാലിഹത്തായ ഒരു പെണ്ണ്, ബറക്കത്തുള്ള പെണ്ണിന് ചില അടയാളങ്ങൾ ഉണ്ട്. ഞാനിപ്പോ ഈ പറയുന്ന അടയാളങ്ങൾ ഉള്ളവരേ ബറക്കത്തുള്ള പെണ്ണാവൂ എന്നല്ലോ, അങ്ങനെ വിചാരിക്കരുത്. ബറക്കത്തുള്ള പെണ്ണുങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ചില അടയാളങ്ങൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഇതില്ലാത്തവര് ബറക്കത്തില്ലാത്തവരൊന്നും ഒരിക്കലും വിചാരിക്കണ്ട. ബറക്കത്തും മറ്റൊക്കെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതില്ലാത്തൊരു ബറക്കത്തില്ലാത്തവരാന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട. അതില്ലാത്തവരും ബറക്കത്തുള്ളവർ തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന ഒരു പെണ്ണ് ഇതില്ല എന്ന് വെച്ചാൽ ബറക്കത്തില്ലാത്ത പെണ്ണാവോ? അതില്ലട്ടോ. പല പല പരീക്ഷണങ്ങളും അള്ളാഹു തആല നമുക്കൊക്കെ തരും. ഏതായാലും ബറക്കത്തുള്ള പെണ്ണിന്റെ ഒരു അടയാളമാണ് അവളുടെ വിവാഹം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളത്. വിവാഹം പെട്ടെന്ന് ശരിയാവാന്നുള്ളത് ഒരു ബറക്കത്തുള്ള പെണ്ണിന്റെ വലിയ അനുഗ്രഹം ലഭിച്ചൊരു പെണ്ണിന്റെ അടയാളമാണ് അല്ലേ? എത്ര ആളുകൾ കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഒരു വിഷമിക്കണ്ട, എനിക്ക് ബറക്കത്തില്ലാഞ്ഞിട്ടാണോന്ന് ചിന്തിക്കണ്ടോ. അങ്ങനെ ആരും ഇതിനെ മനസ്സിലാക്കരുത്. അത് ഹൈറായ സമയത്ത് ചിലപ്പോ ഹൈറായത് നമുക്ക് അടുത്തു വരും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമാണത്. മനസ്സിലായില്ലേ? ഇത് ഹൈറായ സമയമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ശരിയാവാത്തത്, അല്ലാണ്ട് ബർക്കത്തില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ ബർക്കത്തുള്ള പെണ്ണുങ്ങളിൽ ഇങ്ങനൊരു അടയാളം ഉണ്ടാവാം. അത് പെട്ടെന്ന് വിവാഹം ശരിയാവാം. പെട്ടെന്ന് വിവാഹം ശരിയാവാത്തൊരു ബർക്കത്തില്ലാത്തതാണ് എന്ന് ഇതിനർത്ഥമേ ഇല്ല. അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു പുതിയാപ്ലയെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും കല്യാണം ശരിയാവുകയും ചെയ്യുക എന്നുള്ളത് അതൊരു ബറക്കത്തുള്ള പെണ്ണിന്റെ അടയാളമാണ്. കല്യാണം അന്വേഷിക്കുന്നവരുണ്ട് റബ്ബേ, സ്വലീഹങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹു, നല്ല ഇണകളെ നൽകട്ടെ. രണ്ടാമത്തെ അടയാളം കുറഞ്ഞ മഹർ കിട്ടിയ പെണ്ണ്. മഹർ കുറഞ്ഞു പോയാലൊന്നും വിഷമിക്കണ്ട, അതൊക്കെ ഒരു ബർക്കത്തിന്റെ അടയാളം. ഈ കൂടുതൽ മഹർ കിട്ടിയൊരു ബർക്കത്തില്ല, അങ്ങനൊന്നുമില്ല കേട്ടോ. എന്നാലും ബർക്കത്തുള്ളൊരു പെണ്ണിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് കുറഞ്ഞ മഹർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് മുത്തുനബിയുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് മഹർ നൽകിയത്. 10 സ്വലാത്താണ് മഹറായിട്ട് നൽകിയത്. അപ്പൊ ഇനി പുതിയാപ്പിളാരൊക്കെ കല്യാണം കഴിക്കാൻ പോണ ചെക്കന്മാരൊക്കെ 10 സ്വലാത്തല്ലിട്ടിഞ്ഞ് അങ്ങനെ വിചാരിക്കണ്ട, മഹറൊക്കെ നല്ല കൊടുത്തോളി. മനസ്സിലായില്ലേ? മഹർ മാന്യമായ രൂപത്തിൽ നമ്മൾ കൊടുക്കുക, ഓരോ നാട്ടിലെയും ആദത്തനുസരിച്ച് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ മഹർ കുറഞ്ഞു കിട്ടിയ പെണ്ണ് അത് ബർക്കത്തുള്ള പെണ്ണ്, അവരൊന്നും ടെൻഷൻ ആവണ്ട, അല്ലാഹു സ്വീകരിക്കട്ടെ. മാത്രമല്ല ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അനുഗ്രഹം ലഭിച്ച ബറക്കത്തുള്ളൊരു പെണ്ണിന്റെ അടയാളമാണ് അവൾ പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ഗർഭം ധരിക്കുക എന്നുള്ളത് വലിയ ബറക്കത്തുള്ളൊരു പെണ്ണിന്റെ അടയാളമാണ്.
ഇത് പറയുമ്പോ മക്കളില്ലാത്തവര് വിഷമിക്കണ്ട, എനിക്ക് ബർക്കത്തില്ലേ എന്ന് ചിന്തിക്കണ്ട. അല്ലാഹു തആല പരീക്ഷണങ്ങൾ തരും. അത് അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല എപ്പോഴാ മക്കളെ കൊടുത്തത്? ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ലേ. ഇബ്രാഹിം നബി വാർദ്ധക്യ സമയത്തിലെത്തിയപ്പോഴല്ലേ ഇസ്മായിൽ നബിയാകുന്ന പൊന്നുമോനെ അല്ലാഹ് കൊടുത്തത്. അതുകൊണ്ട് മക്കളില്ലാത്തവർ ടെൻഷനാകണ്ട, ബർക്കത്തില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് അല്ലാഹു തആല അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തരുന്നതാണ്. ഖൈറായ സമയത്ത് അല്ലാഹു മക്കളെ തരും. അല്ലാഹ് ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിക്കുന്നവർ ഞങ്ങളെ സദസ്സുകളിലുണ്ട് റബ്ബേ. മഹാന്മാരെ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് നല്ല മക്കളെ നീ നൽകണേ അല്ലാഹ്. മക്കളുണ്ടാവാന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. ചില ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ട മക്കൾ, കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചുകൂടി ലാസ്റ്റ് കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അല്ലാഹു നമുക്ക് മക്കളെ തരാൻ ഉദ്ദേശിച്ചാൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വേണ്ട, കുറെ കഴിഞ്ഞോട്ടെ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. അല്ലാഹു നല്ല മക്കളെ എനിക്ക് തരണം എന്ന ചിന്തയിൽ, നല്ല മക്കളെ നമുക്ക് കിട്ടണമെന്ന ചിന്തയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് കിട്ടുന്ന മക്കളുണ്ടല്ലോ, നമ്മുടെ മക്കളല്ലേ നമ്മുടെ സമ്പാദ്യം. നമ്മൾ അധ്വാനിക്കുന്നതും വിയർപ്പൊഴുക്കുന്നതും കഷ്ടപ്പെടുന്നതും ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മളെ മക്കളെ നമ്മളെ അപ്പച്ചി അമ്മച്ചി എന്നൊക്കെ വിളിക്കുമ്പോ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം, അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഇന്നലെയും ഒരു രക്ഷിതാവ് പരാതി പറഞ്ഞത് ഒരു മോന്റെ സ്വഭാവ ദൂഷ്യത്തെ പറ്റിയിട്ടാണ്. ആ കുടുംബം വലിയ വിഷമത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ മോശപ്പെട്ട രൂപത്തിൽ കുട്ടികളുടെ സ്വഭാവം മാറിയിട്ട് വല്ലാത്ത സങ്കടത്തോടെ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ബറക്കത്തുള്ള മൂന്നടയാളം പറഞ്ഞു. ഇനി ബറക്കത്തുള്ള പെണ്ണിന്റെ അടയാളമാണ് അവൾ പ്രസവിക്കുന്ന ആദ്യത്തെ കുട്ടി പെൺകുഞ്ഞാവുക എന്നുള്ളത്. ഇനി ആദ്യത്തെ പെൺകുട്ടി അല്ല എന്ന് വിചാരിച്ച ഒരു ബർക്കത്തില്ലാത്ത പെണ്ണാണ് എന്നല്ല. അല്ലാഹു ഹൈറായ മക്കളെ തരും. ചിലപ്പോ അയാൾക്ക് ആൺകുട്ടിയായിരിക്കും ഹൈർ, അതുകൊണ്ടായിരിക്കും ആ കുട്ടിയെ കൊടുത്തേ. അതുകൊണ്ട് പെൺകുട്ടിയുള്ള ഇല്ലാത്തവരൊക്കെ ബർക്കത്തില്ലാത്ത പെണ്ണുങ്ങളാണ്, അങ്ങനെയല്ലട്ടോ. പക്ഷേ ബർക്കത്തുള്ള പെണ്ണുങ്ങളിൽ ഇങ്ങനെയും ഉണ്ടാകാം. ചില ബർക്കത്തുള്ള പെണ്ണുങ്ങളായിരിക്കും, പക്ഷെ അവർക്ക് ആ സമയത്ത് ആൺകുട്ടികളായിരിക്കും ഹൈർ. അതുകൊണ്ട് അല്ലാഹു തആല ആൺകുട്ടികളെ കൊടുത്തിട്ടുണ്ടാവും. പെൺകുട്ടി ഉണ്ടാവുക എന്നുള്ളതൊരു ബർക്കത്തുള്ള പെണ്ണിന്റെ അടയാളാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് നല്ല പെൺമക്കളെയും തരട്ടെ. അല്ലാഹു നല്ല പെൺമക്കളെ തരട്ടെ. അത് വല്ലാത്തൊരു സന്തോഷമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരു സന്തോഷമാണ്. ആദ്യത്തേത് പെൺകുട്ടിയാവാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് ആദ്യത്തേത് മോളാണ്. അല്ലാഹു നല്ല മക്കളാക്കി. രണ്ടാമത്തത് ഒരു മോനാണ്, പിന്നത്തത് ഒരു മോളാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നല്ല മക്കളാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മക്കൾ അല്ലാഹു നല്ല മക്കളാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹ് നമ്മുടെ സഹോദരിമാരൊക്കെ നല്ല സ്വാലിഹത്തുകളായ സഹോദരിമാരെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ പറഞ്ഞ അടയാളങ്ങളൊന്നും എനിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബർക്കത്തില്ലാത്തോളാണ് എങ്ങനെ ചിന്തിക്കേ വേണ്ട. ബർക്കത്തുള്ളവർക്കൊക്കെ ഈ അടയാളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ആദ്യം മനസ്സിലാക്കുക. ബർക്കത്തുള്ളവർക്കൊക്കെ ഈ അടയാളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തആല ഖൈറായ സമയത്ത് ഖൈറായത് തരികയാണ് ചെയ്യുക. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് ആരും വിഷമിക്കേ ചെയ്യണ്ട. ഇത് ചിലരിൽ കാണുന്ന അടയാളങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഭർത്താവിന്റെ സ്വഭാവ മോശം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഭാര്യയുടെ സ്വഭാവ മോശം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്.